ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റൽ വയർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ മെറ്റൽ വയർ ഹെയർ ബാൻഡ്. ഇതിൽ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു കമ്പി ടൈപ്പാണ് ഹെയർ ബാൻഡ്. ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു മോഡലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പേസ്റ്റൽ ബീഡ്സ്. പിന്നെ ഹാർട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂവും വേണം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഹോളുണ്ട്, അതിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് ഇട്ടിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഹാർട്ട് ഷേപ്പുള്ള ബീഡ്സാണ് എടുത്തിട്ടിടുന്നത്. അപ്പോൾ ഇതുപോലെ വന്ന് കണ്ട എന്ത് ഭംഗിയാണ് നോക്കിയത്. ഇനി നമുക്ക് ഓരോ പേസ്റ്റൽ ബീഡ്സുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 6 കളറാണ് കേട്ടോ. 6 കളറാണ് എൻ്റെ കയ്യിലുള്ള ഇങ്ങനത്തെ ബീഡ്സ്. അപ്പോൾ അത് ഓരോ കളറനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനത്തെ 6 കളറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്തപോലെ തന്നെ ഈ 6 കളറ് ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ബീഡ്സ് വരുന്നത്. 2 സൈഡിലാണ് നമുക്ക് ഹാർട്ടിൻ്റെ ബീഡ്സും വരുന്നത്. അങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് വയലറ്റ് ഹാർട്ട് ഷേപ്പുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലും നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളറായിട്ട് വേറെ ഏതെങ്കിലും ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായില്ലേ. വയലറ്റും ഗ്രീനും കൂടി ഒരു പ്രത്യേക ഭംഗി വന്നു. അപ്പുറത്ത് പിങ്കും ബ്ലൂവും കൂടി വേറൊരു ഭംഗി വന്നു. ഇനി നമുക്ക് നേരത്തെ ഇട്ടതുപോലെ തന്നെ ആ ഓർഡർ അനുസരിച്ച് ബീഡ്സുകൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹെയർ ബാൻഡും പിന്നെ ബീഡ്സും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക. കൊറിയറിൽ അയച്ചു തരുന്നതാണ്. ഓരോന്നിൻ്റെ റേറ്റും ഞാൻ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ഞാനിട്ടപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രീൻ കയറിയിട്ടില്ല. വീണ്ടും അഴിച്ച് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓരോ ബീഡ്സും ഇതേപോലെ ഇട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് എൻഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻഡിൻ്റെ അവിടെ ഞാൻ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു ബീഡ്സും കൂടി ഇടാം. നമുക്ക് ഇവിടെ ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീഡ്സ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഇനി നമുക്ക് ഇപ്പുറത്തെ ബീഡ്സ് ഇപ്പുറത്തേക്ക് ആക്കി മാറ്റാം. എന്നിട്ട് ഇവിടെ നമുക്ക് 2 ബീഡ്സ് ഇട്ട് കൊടുക്കണം. ഒരു വയലറ്റും ഒരു വൈറ്റും ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ അത് തള്ളിപ്പോരും, അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബീഡ്സ് അല്ല, ഒരു ഹെയർ ബാൻഡ്, ബീഡ്സ് ഹെയർ ബാൻഡ് നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബീഡ്സിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എന്തൊക്കെ റേറ്റ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിയിക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. കുഞ്ഞു മക്കളുടെ തലയിലൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ്. നമുക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം, ബർത്ത്ഡേക്കൊക്കെ. അങ്ങനത്തെ ഒരു മോഡലാണിത്. ഇനി ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് പല വെറൈറ്റികൾ ഉണ്ടാക്കാം. ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ബീഡ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.